എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചെറുപയർ തോരൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ എങ്ങനെ ചെറുപയർ തോരൻ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് വെക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറുപയർ ആവശ്യമുള്ളത് നമുക്ക് എടുക്കുക, എത്രത്തോളം വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് ചെറുപയർ എടുക്കാം. അതായത് തോരൻ വെക്കാൻ വേണ്ടി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള ചെറുപയർ നമുക്ക് എടുക്കാം. എന്നിട്ട് ആ ചെറുപയർ നല്ലപോലെ കഴുകണം. കാരണം ചെറുപയറിൻ്റെ പുറത്തൊക്കെ നല്ലതായിട്ട് അഴുക്കുണ്ടാവും. ഒരു 3-4 തവണയെങ്കിലും നന്നായിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് കൈവച്ച് നല്ല ഞെരടി കഴുകിയതിന് ശേഷം മാത്രമേ ചെറുപയർ എടുക്കാവൂ. അതുപോലെ തന്നെ ചെറുപയർ നേരത്തെ കുതിർത്ത് വെക്കേണ്ട എന്നും യാതൊരു ആവശ്യമില്ല. നമ്മൾ എപ്പോഴാണോ നമുക്ക് ഇത് വെക്കണമെന്ന് തോന്നുക അപ്പോൾ തന്നെ എടുക്കുക, ജസ്റ്റ് കഴുകുക, എന്നിട്ട് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ടിട്ട് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചിട്ട്, അത് ഇത്രയും വെള്ളം വേണം, ചെറുപയറിൻ്റെ മുകളിൽ കിടക്കണം വെള്ളം, അത്രയും വെള്ളം വേണം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ചെറുപയർ വേവിക്കുന്ന സമയത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി അത്രയും മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചെറുപയർ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെറുപയർ വെന്ത് കഴിയുമ്പം ആ ഉപ്പ് അതിനകത്തേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ തോരൻ വെക്കുന്ന സമയത്ത് അധികം ഉപ്പ് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ തന്നെ ചെറുപയറിനകത്തേക്ക് നന്നായിട്ട് ഉപ്പ് അങ്ങോട്ട് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഉപ്പ് പിന്നെ ഒരു 3/4 ടീസ്പൂൺ, അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. അതുപോലെ തന്നെ കുക്കറിൻ്റെ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുക്കറിൻ്റെ അനുസരിച്ചായിരിക്കും. ചില കുക്കറിൻ്റെ 2 വിസിലൊക്കെ അടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ചിലതാണെങ്കിൽ 3-4 ഒക്കെ വിസിലടിക്കേണ്ടി വരുമായിരിക്കും. ഇപ്പോൾ എൻ്റെ ഈ കുക്കറിൻ്റെ ഒരു 2 തൊട്ട് 3 വിസിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ടൈപ്പ് കുക്കറാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുക്കറിൻ്റെ ആ ഒരു ഇതനുസരിച്ച് വേണം നിങ്ങളിത് വേവിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് ഉടഞ്ഞു പോവും, അങ്ങനെ കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കുക്കർ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചെറുപയർ വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള കുറച്ച് സവാള അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു സവാള എടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ചെറുപയറിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് സവാളയുടെ അളവും കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. ഞാനിപ്പോൾ ഒരു പിടി തേങ്ങ അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ സ്പൂൺ വെച്ചിരുന്നുകൊണ്ട് തന്നെ 1.5 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ, അത്ര തന്നെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് മതി. കാരണം നമ്മൾ ചെറുപയർ വേവിക്കാൻ നേരത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ തേങ്ങയത്ത് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അധികം വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വെളുത്തുള്ളിയുടെ, ഇതിപ്പോൾ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഒരു വെളുത്തുള്ളി എടുത്തു. നമ്മൾ നാട്ടിലൊക്കെ വെളുത്തുള്ളിയാണ് 2-3 വെളുത്തുള്ളി കുഞ്ഞല്ലിയല്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ മിക്സർ ചാറിനകത്തുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കറക്കുമ്പോൾ തന്നെ നമുക്കിത് ഇതേപോലെ കിട്ടും, വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. അപ്പം നമ്മൾ തേങ്ങയ്ക്കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ 2-3 വിസിലൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു 2-3 വിസിൽ കേൾക്കുന്ന വരെയാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഇത് വെന്തോ എന്നുള്ളത്. ഇപ്പം നന്നായിട്ടൊക്കെ ആവി പോയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഒരു 2-3 വിസിലിൽ വെച്ചിട്ട് നിങ്ങൾ തുറന്നു നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങളുടെ ഈ ചെറുപയർ വെന്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുക്കറിൻ്റെ അടപ്പ് നമ്മൾ അടച്ച് വെക്കാണ്ട് തന്നെ നിങ്ങളത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറുപയറുണ്ടല്ലോ നന്നായിട്ട് വെന്തങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമുക്ക് തോരൻ വെക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, അങ്ങ് കുഴഞ്ഞു ഇരിക്കുന്ന പോലെ, എന്നാൽ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വേർപ്പെടുത്തി ഇങ്ങനെ നമുക്ക് എടുത്തില്ലേ, സെപ്പറേറ്റായി കിട്ടുന്ന ആ തോരനാവത്തില്ല. അപ്പോൾ വേറെ ഒരു ടേസ്റ്റും ആയിരിക്കും, കാണാനും ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു 2-3 വിസിലടിച്ചതിന് ശേഷം നിങ്ങൾ തുറന്ന് നോക്കുക. അതിനുശേഷം വെന്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് വെള്ളമൊക്കെ സീവ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം.
അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ചെറുപയർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും പിടിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ടത് ഉലർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇന്ന് നടുക്കോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങയുണ്ടല്ലോ, തേങ്ങ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നടുഭാഗത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ചെറിയ കുഞ്ഞതായിട്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ചെറുപയർ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് അതിനകത്തേക്ക് ഇനി വെള്ളം ഇതിനകത്തുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ ഈ തേങ്ങയും അതുപോലെ ഈ സവാളയൊന്നും വേവണമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇപ്പം നമ്മൾ ചെറുപയറിനകത്തുള്ള വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട. അതിനല്ല, വെള്ളം എല്ലാം നന്നായിട്ട് വാർന്നു പോയതിന് ശേഷമാണ് നമ്മൾ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ചെറുപയർ കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. ഈ സമയത്ത് ലോ ആയിരിക്കണം നമ്മുടെ തീ എന്ന് പറയുന്നത്. ഒത്തിരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചെറുപയർ കരിഞ്ഞു പോകും അടിഭാഗം. അതുകൊണ്ട് തന്നെ ഏറ്റവും ലോ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി ആ ബാക്കിയുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയും സവാളയും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എൻ്റെ കറിവേപ്പില കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ തന്നെ ആ ആവിയിൽ കിടന്ന കറിവേപ്പിലയുടെ ആ മണമൊക്കെ നന്നായിട്ട് കിട്ടും. അതിനുശേഷം നമുക്കത് ഇതേപോലെ ഒന്ന് നിവർത്തി വയ്ക്കാം. അതിങ്ങനെ ഫുള്ളായിട്ട് ബാക്കി എന്തെങ്കിലും ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിപ്പോകാൻ വേണ്ടി ജസ്റ്റ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചെറുപയർ തോരൻ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സാധാരണ എപ്പോഴും ചെറുപയർ തോരൻ വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്തങ്ങ് അളിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ കുക്കറിനകത്ത് വെക്കുന്ന സമയത്ത് അതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ വിസിൽ, അത് 2 വിസിലല്ല 3 വിസിൽ അടിച്ചതിന് ശേഷം നിങ്ങൾ തുറന്ന് നോക്കുക. വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നിങ്ങൾ അല്ലാണ്ടൊന്ന് വേവിച്ചെടുക്കുക. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വെന്ത അളിയാണ്ട് തന്നെ നമുക്ക്, അതായത് കട്ടയായിട്ട് കിടക്കത്തില്ല വേവിച്ച് കഴിയുമ്പോൾ, അങ്ങനെയൊന്നും ആവാണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വേർപ്പെടുത്തി എടുക്കുന്ന പോലത്തുള്ള ചെറുപയർ തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടും കുതിർത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചെറുപയർ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ശരിക്കും കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയ നല്ലൊരു കൂട്ടാനാണ് നമ്മുടെ ചെറുപയർ തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചില കുഞ്ഞു ബെൽ ബട്ടൺ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.